ഗൗരവമുള്ളൊരു വിഷയം കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അമ്മ. ഈ സുബിയുടെ മരണത്തിൻ്റെ ആ സമയത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിച്ചത്. ഒന്ന് ഹോസ്പിറ്റൽസിൽ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും അലംഭാവം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിരുന്നു. രണ്ടാമത്തത് അയാളുടെ ഭക്ഷണശീലം ഇങ്ങനെ ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ മരിച്ചത് എന്നുള്ള രീതിയിൽ. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു മീഡിയയൊന്നും അഡ്രസ്സ് ചെയ്ത് അമ്മ സംസാരിച്ചിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അതിന് ശേഷം എന്താണെന്ന് പറയാമോ ഡീറ്റെയിൽഡ് ആയിട്ട്? ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാരോട് അവർ തലേ ദിവസം പറഞ്ഞു റിസ്ക്കാണ്, അപ്പോൾ ലിവർ മാറ്റി വയ്ക്കാൻ പറ്റില്ല, റിസ്ക്കാണ്. ബാക്കി എല്ലാം ഞങ്ങളെല്ലാം സെറ്റിലാക്കിയതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം തലേദിവസം പറഞ്ഞു. അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹാർട്ടിൽ പ്രഷറുണ്ടെന്ന് പറയുന്നു, ലങ്സിൽ പ്രഷറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് തന്നെ ഒരു പ്രയാസമായിരുന്നു കിടന്നപ്പോൾ. അവർ ഹോസ്പിറ്റലിൽ ഇത്ര പൈസ അടയ്ക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതെവിടെ നിന്ന് ഉണ്ടാക്കും അമ്മേ, എങ്ങനെ ഉണ്ടാക്കും ഇത്രയും പൈസ, എത്ര ഇപ്പം 25 ദിവസം ശരിക്കും ICU തന്നെ കിടന്നു. അപ്പോൾ അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കുന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ പൈസയുടെ കാര്യം നീ ചിന്തിക്കണ്ട, നമ്മളൊന്നും ഇല്ലാതെയാണ് വന്നത്. പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വീടില്ലേ, നമ്മൾ വിൽക്കും. എങ്ങനെയാണെങ്കിൽ നീ പഴയ ആളായിട്ട് വരിക എന്ന് മാത്രമേ ഇവിടെ കിടന്ന് ചിന്തിക്കാവൂ. പൈസയുടെ കാര്യമോ ടെൻഷനോ ഒന്നും നീ പണ്ടും ചോദിക്കാറില്ലല്ലോ, ഇപ്പോഴും അത് തന്നെ എന്ന് പറയും. അപ്പോൾ അവസാനം ഞാൻ ഒരു പൈസ അടയ്ക്കാൻ പറഞ്ഞപ്പോഴാണ്, ഞാൻ വന്നപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്. ഡോക്ടേഴ്സ് എല്ലാം കൂടി മീറ്റിംഗ് ഉണ്ട് വരാൻ പറഞ്ഞു. അപ്പം മെഡിക്കൽ ബോർഡ് കൂടി. അപ്പോൾ ഞാൻ ചെന്നപ്പോഴാണ് പറയണത് റിസ്ക്കാണ്, ഓപ്പറേഷൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അവർക്കറിയായിരുന്നു എന്ന് തോന്നുന്നു, ഡോക്ടേഴ്സല്ലേ, അവർക്കറിയായിരിക്കും അന്ന് പോകുമെന്നറിയായിരിക്കും. രാത്രി 10 മണി വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നോട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ബിൽറൂബിയൻ ഇത്രയും കൂടിയ കാരണം ചിലപ്പോൾ ഓർമ്മ പോകുമെന്ന് ഡോക്ടർ നേരത്തെ എന്നോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഓർമ്മയൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ ഒരേ ബെഡിന് ഒരേ സിസ്റ്റേഴ്സ് ഉണ്ട്. ആ സിസ്റ്ററിനോട് കനകസിംഹാസനത്തിൻ്റെ പടത്തിന് പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു മിണ്ടാതായി. അങ്ങനെയാണ് ആൾ രാത്രി 12 മണിക്കാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. 22-ാം തീയതി ആണെങ്കിൽ 21-ാം തീയതി രാത്രിയാണ് സംഭവിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടി പോയി ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് തീർത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ബില്ല് തീർക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ ഒരു 2 lakhs നമ്മുടെ കയ്യിലുണ്ടായി. അപ്പോൾ 4.5 അടയ്ക്കണമായിരുന്നു. അപ്പോൾ 2.5 അവർ ഡിസ്കൗണ്ട് തന്നു, 2 അടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 27.5 ലക്ഷം രൂപയുടെ ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടായി. പക്ഷെ അവർ തന്നില്ലാത്തത് അവർ ഇതിലെഴുതി ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ല എന്ന് ഉണ്ടായിരുന്നു. അത് നമ്മളതൊന്നും വായിച്ചു നോക്കണില്ല. ഈ ഏജൻറ്റുമാർ വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും. അപ്പോൾ എന്നും പറഞ്ഞ് അവരെനിക്ക് തിരിച്ച് ലെറ്റർ അയച്ചു. അപ്പോൾ നമ്മൾ ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആസ്പത്രിയിൽ ഞാൻ ബില്ല് ചോദിക്കാൻ ചെന്നു. അപ്പോൾ ബില്ല് ചോദിക്കാൻ ചെന്നപ്പോൾ അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ, 2.5 ലക്ഷം രൂപ അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, അത് അവർ എഴുതിക്കോട്ടെ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ്, ഇത്രയും ബില്ല്, അതിൽ ഇത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതേണ്ടതിന് പ്രശ്നമൊന്നുമില്ല. ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ, ഈ 2.5 ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളാൻ. അപ്പം അതെന്ത്, ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, പ്രശ്നമാണെന്നാണ് തോന്നണത്. അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, ഞാൻ അറിയേണ്ടതാണ്, എന്നോടാരും പറഞ്ഞിട്ടില്ല, ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ പറയും. എന്നാലും ഞാൻ ആരോടും ഒന്നിനും ഒരു പരാതിപ്പെടാനുമില്ല. പക്ഷേ ഇത് അവരെന്നോട് ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല.